പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വേദാന്തം പഠിക്കാൻ പോകുമ്പോൾ അമ്പലത്തിന് എതിരായിട്ട് വല്ലതും പറയോ, പൂജാവിധികൾക്ക് എഗെയിൻസ്റ്റായിട്ട് വല്ലതും പറയും. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അത് പഠിക്കാൻ പോകുന്നവർക്കറിയാം ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. പക്ഷെ തുടങ്ങിയത് കുറേയും കൂടി മുന്നോട്ട് എത്താനുണ്ട്. ആ ശ്രമം നടന്നുകൊണ്ടിരിക്കണം. അവിടെ തന്നെ കുടുങ്ങിക്കിടക്കരുത് പറയും. നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഭാരതത്തിലങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള സത്സംഗത്തിനോ പ്രവർത്തനത്തിനൊന്നും ഒരു പഞ്ഞവുമില്ല, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അധർമ്മമാണ് പെരുകി വരുന്നത്. കാരണം എന്താ? വേണ്ടതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. നമ്മൾ ആചാരങ്ങളിൽ കുടുങ്ങി, പല മതങ്ങളും ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മതങ്ങളാണ്. ഹൈന്ദവ ശാസ്ത്രം മാത്രമേ ഉള്ളൂ ആചാരങ്ങളെ വിട്ട് തത്വത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ വിധത്തിലുള്ളൊരു മാറ്റം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ മാറ്റം ഉണ്ടാകുമ്പോൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മളൊന്ന് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടി വരും. ഒന്ന് ഉടച്ചു വാർക്കുക എന്ന് പറയല്ലേ. അപ്പോഴാണ് ആ പഠനം മുന്നോട്ട് പോവുക. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക്